ഉത്തർപ്രദേശിൽ ക്ഷേത്രത്തിലെ വിഗ്രഹം തകർത്ത് മുസ്ലിം യുവാക്കളെ കുടുക്കാൻ ശ്രമിച്ച പൂജാരി അറസ്റ്റിലായി. സിദ്ധാർത്ഥ് നഗറിലെ തൗളിഹാവ ഗ്രാമത്തിലെ ക്ഷേത്ര പൂജാരി ക്രിച്ചറാം ആണ് പോലീസിൻ്റെ പിടിയിലായത്. ഈ ജൂലൈ 18-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ക്ഷേത്രത്തിലെ ഗണേശ വിഗ്രഹം തകർത്തുവെന്നും തന്നെ മർദ്ദിച്ചുവെന്നും ആരോപിച്ചാണ് പൂജാരി പോലീസിൽ പരാതി നൽകിയത്. പൂജയും മറ്റും നടത്താൻ തന്നെ അനുവദിക്കുന്നില്ലെന്നും യുവാക്കൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ പരാതിയിൽ ആരോപിച്ചിരുന്നു. മുസ്ലിം യുവാക്കളായ മന്നാൻ, സോനു എന്നിവർക്കെതിരെയാണ് ഇയാൾ പരാതി നൽകിയത്. തുടർന്ന് പൂജാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കതേല സമയമാത പോലീസിൻ്റേതായിരുന്നു ഈ നടപടി. മറ്റ് വിഭാഗക്കാരെ അവഹേളിക്കുകയും മർദ്ദിക്കുകയും ആരാധനാലയങ്ങൾ അശുദ്ധമാക്കിയെന്നുമായിരുന്നു കേസ്. ഈ യുവാക്കൾക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതോടെ ഗ്രാമവാസികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടാൻ തുടങ്ങി. തുടർന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി സന്ദർശിച്ചു, കാര്യങ്ങൾ തിരക്കി. അതിന് പിന്നാലെ പൂജാരിയുടെ പരാതിയിൽ വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണത്തിൽ വിഗ്രഹം തകർത്തത് ഈ പൂജാരി തന്നെയാണെന്ന് തെളിയുകയായിരുന്നു. ക്ഷേത്ര പരിസരത്തെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ മൊഴിയാണ് ഈ സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവായത്. പൂജാരി തന്നെയാണ് ഇതിന് പിന്നിലെന്നും ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഷോഗ്രിദറിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ദർവേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികളുടെ മൊഴിയനുസരിച്ച് ചോദ്യം ചെയ്തപ്പോൾ പൂജാരി കുറ്റം സമ്മതിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ദളിത് വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പല ചെറിയ ചെറിയ സംഭവങ്ങളുടെയും പേരിൽ ആക്രമണങ്ങളും കൊലപാതകവും നടക്കുന്ന സ്ഥലമാണത്. പശുവിറച്ചി കൈവശം വെച്ചുവെന്നും അത് കടത്താൻ ശ്രമിച്ചു എന്നും ആരോപിച്ച് നിരവധി ആളുകളെ തല്ലിക്കൊന്നിട്ടുമുണ്ട് അവിടെ. ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കുക എന്നൊരു നയം തന്നെയാണ് അവിടം ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ പലപ്പോഴും കൈക്കൊള്ളുന്നത്. കുറ്റം ചെയ്ത ആളുകളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് പൊളിച്ചു നീക്കാനും പലപ്പോഴും യോഗി ഉത്തരവിടാറുണ്ട്. എങ്കിലും ആൾക്കൂട്ട മർദ്ദനത്തിലെയോ പശു കൊലപാതകത്തിലെയോ പ്രതികൾക്ക് നേരെ ഇത്തരം നടപടികൾ അദ്ദേഹം കൈക്കൊള്ളാറില്ല. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രദേശത്താണ് ഒരു ക്ഷേത്രത്തിലെ പൂജാരി തന്നെ ഇങ്ങനെ ഒരു കെണി ഒരുക്കുന്നത്. ആ കുട്ടികൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഗണേശ വിഗ്രഹം മുസ്ലിങ്ങൾ തകർത്തു എന്ന പേരിൽ വലിയ അക്രമം തന്നെ അവിടെ നടന്നേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അതൊരു വർഗീയ കലാപത്തിലേക്കും വഴിവെക്കുമായിരുന്നു.